IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണത്തിൽ സുഹൃത്ത് സുകാന്തിനെ പ്രതി ചേർക്കും. ഒളിവിൽ പോയ സുകാന്തിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. കേസെടുത്താൽ IB സുകാന്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, സുകാന്തിന്റെ പങ്ക് എത്രത്തോളം എന്ന് ഇതിനോടകം വ്യക്തമാകുന്നു. ഏത് തരത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? വീണ, മേഘ മരണപ്പെട്ട IB ഉദ്യോഗസ്ഥ മേഘ മരണപ്പെട്ട ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ കേസ് അതിന്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പേട്ട പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള അന്വേഷണങ്ങൾ, കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മേഘയുടെ കുടുംബം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ മാധ്യമങ്ങളെ കണ്ട കൂടുതൽ ചില നിർണായക വെളിപ്പെടുത്തലുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മേഘയെ സാമ്പത്തികമായും ലൈംഗികമായും സുകാന്ത് ചൂഷണം ചെയ്തിട്ടുണ്ട്. 3 ലക്ഷത്തിലധികം രൂപ ബാങ്ക് ട്രാൻസ്ഫർ വഴി ഈ ഒരു അക്കൗണ്ടിലേക്ക്, സുകാന്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിരന്തരം ലൈംഗിക ചൂഷണത്തിന് ഇടയാക്കിയിട്ടുണ്ട് മേഘ എന്നുള്ളതാണ് കുടുംബം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ അടക്കമുള്ള രേഖകളും ഒപ്പം തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പേട്ട പോലീസിന് കുടുംബം കൈമാറിയിട്ടുമുണ്ട്. ഈ വിവരങ്ങളൊക്കെ അറിയാവുന്ന ചില സുഹൃത്തുക്കളുടെ കാര്യം കൂടി കുടുംബം പോലീസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം, ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. ഈ ഘട്ടത്തിലും ഈ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രതി ആക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന സുകാന്ത് ഒളിവിലാണ്. സുകാന്തിന്റെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പോലീസ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. രാജ്യം വിടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെ പോലീസ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, ഫോൺ നമ്പർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പേട്ട പോലീസ് ഈ മണിക്കൂറിൽ തുടരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇത്രയധികം ദിവസങ്ങൾ പിന്നിടുമ്പോഴും സുകാന്ത് എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഘട്ടത്തിലാണ് ഈ ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം അടക്കം ഇടപെടാനുള്ള സാധ്യതകളും നിലനിൽക്കുകയാണ്. കാരണം IB ഉദ്യോഗസ്ഥനായി പ്രൊബേഷൻ പീരീഡിൽ തുടരുന്ന സുകാന്ത് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ എല്ലാ രീതിയിലുള്ള ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ചട്ടലംഘനത്തിന് സുകാന്തിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനും പറഞ്ഞുവിടാനും ഒക്കെയുള്ള സാധ്യതകൾ ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. മറുഭാഗത്ത് ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുള്ളത്. മേഘയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും വിവാഹ വാഗ്ദാനം നൽകി ചൂഷണത്തിന്, സാമ്പത്തിക ചൂഷണത്തിന് അടക്കം ഇരയാക്കിയതിനു ശേഷം പിന്നീട് അതിൽ നിന്ന് പിന്മാറിയതാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവസാനമായി ഫോൺ ചെയ്തതും സുകാന്തിനെയാണ് എന്നുള്ള കണ്ടെത്തൽ പോലീസ് നടത്തിയിട്ടുണ്ട്. വാട്സപ്പ്, ഒപ്പം തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളടക്കം കേന്ദ്രീകരിച്ചൊരു അന്വേഷണം കൂടിയാണ് പോലീസ് ഈ ഘട്ടത്തിൽ തുടരുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രതി കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. രാജ്യം വിടാതിരിക്കാനുള്ള നടപടികളാണ് പ്രധാനമായും ഈ ഘട്ടത്തിൽ പോലീസ് നടത്തുന്നത്. എന്തായാലും കേസിൽ പ്രതി ചേർത്താൽ ജോലി അടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതടക്കമുള്ള നടപടികൾ ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പേട്ട പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണം കൃത്യമായ രീതിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കുടുംബം വ്യക്തമാക്കുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവത്തിൽ നിജസ്ഥിതി കണ്ടെത്താനും പ്രതിയിലേക്ക് കൂടുതൽ അടുത്ത് പ്രതിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താനും പ്രതിയെ കേസിൽ പ്രതി ചേർക്കുന്ന അടക്കമുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. വീണ, ഓക്കെ, ശരി സാർ.